ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടി ഇപ്രകാരം നമ്മുടെ ഭവനങ്ങളിലായിരുന്ന് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിലിരുന്നു കൊണ്ട് വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തി പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ പുലർത്തുന്ന ദൈവത്തെ ഓർക്കുവാനും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഫരമേൽപ്പിക്കുവാനും ദൈവം നമുക്ക് തരുന്ന എല്ലാ സമയങ്ങൾക്കായിട്ടും എല്ലാ സാധ്യതകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും ഒക്കെ ദൈവത്തോട് ഏറ്റുപറയാം. കൂടുതൽ വിശ്വാസത്തിൻ്റെ തീവ്രതയോടെ, നന്മയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ, നമ്മെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂടിവരവില് തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ മുടങ്ങാതെ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാവരും ഇന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായി, ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വരുവാൻ, നമ്മോടൊപ്പം ആകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ആഴ്ചയിലും ദൈവമേ ഓൺലൈൻ പ്രയറായിട്ട് ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ കൂടിവരവുകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ വ്യാപരിച്ച എല്ലാ ദൈവ സ്നേഹത്തിനായിട്ടും എല്ലാ ദൈവകൃപകൾക്കായിട്ടും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നുള്ളൂ. ഈ നാളുകളിൽ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടുന്ന, ഞങ്ങളുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്ന, ഞങ്ങളുടെ വിശ്വാസം ചലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞങ്ങൾ മുറുകെ പിടിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ അല്പവിശ്വാസത്തിൽ അവിടുന്ന് തുണയായിരിക്കണമേ. കർത്താവെ, കൂടുതൽ വ്യക്തതയോടുകൂടെ അങ്ങയുടെ സ്നേഹത്തെയും അങ്ങയുടെ കരുതലുകളെയും അങ്ങയുടെ പരിപാലനങ്ങളെയും കാണുവാനും അതിനെ മനസ്സിലാക്കുവാനും കർത്താവെ, ഞങ്ങൾ ഭയപ്പെട്ടു പോകാതെ, പതറിപ്പോകാതെ, ധൈര്യത്തോടെ, ബലത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഓർക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഭാരങ്ങളെയും ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ വഹിക്കുവാൻ കർത്താവെ, ഈ സമയത്ത് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പലവിധമായ തിരക്കുകളിൽ നിന്നൊക്കെ അല്പസമയം മാറി വേറിട്ടിരുന്നൊരു ബ്രേക്ക് എടുത്ത് അങ്ങയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ, അങ്ങയുടെ ദൈവസ്നേഹം അറിയുവാൻ, നിന്റെ വചനത്തിൽ ആഴമായി ഞങ്ങളെ തന്നെ കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കുവാനൊക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വരേണ്ടവരെ ചേർക്കേണ്ടവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരെ അവിടുന്ന് അനുഗ്രഹീതമായി വഴി നടത്തണമേ, പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവിൻ്റെ ആദ്യോട് അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പാടുവാൻ നിന്റെ പ്രിയ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം സംസാരിപ്പാൻ കർത്താവെ, നിന്റെ പ്രിയ മക്കളെ അവിടുന്ന് ആത്മാവിൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ
ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞങ്ങൾ പഠിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി, ആത്മാവിൽ ജീവിക്കുന്നവരായി, ആത്മാവിനുള്ളവരായി, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ വളരെ ഹാർദമായി ഈ കൂടിവരവിലേക്ക്, കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് രശ്മി ആഷ്ലിയാണ്. ഇപ്പോൾ രശ്മി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് ഷെറീബോ ബംഗള് സങ്കീർത്തനം വായിക്കും. ഹലോ ഹലോ അച്ഛാ, കേൾക്കാമോ? കേൾക്കാം. യെസ്. ആദ്യത്തെ പാട്ട് എന്തു നല്ലോർ സഖി യേശു. എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. നോമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടുക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടു, ഏവിധ ദുഃഖങ്ങളു, ലേശവും ധൈര്യം വേണ്ട, ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ഉണ്ടോ ഭാരം ബലഹീന, തുമ്പങ്ങളും അസംഖ്യ, രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? പോയി ചൊല്ലേശുവോടെല്ലാം. ഉള്ളം കൈലീശൻ കാക്കും, അങ്ങുണ്ടാശ്വാസമെല്ലാം. രണ്ടാമത്തെ പാട്ട് അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളു ലോകെ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന.
എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. കഴിഞ്ഞു. താങ്ക് യു രശ്മി. ഇപ്പോൾ ചെറിബോ മംഗള് സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം 19. ചെറിബോ മംഗളെ. കേൾക്കാമോ? കേൾക്കാം മംഗളെ. യെസ്. Psalm 19. The heavens declare the glory of God. The skies proclaim the work of his hands. Day after day they pour forth speech. Night after night they display knowledge. There is no speech or language where their voice is not heard. Their voice goes out into all the earth, their words to the ends of the world. In the heavens he has pitched a tent for the sun, which is like a bridegroom coming forth from his pavilion, like a champion rejoicing to run his course. It rises at one end of the heavens and makes its circuit to the other. Nothing is hidden from its heat. The law of the Lord is perfect, reviving the soul. The statutes of the Lord are trustworthy, making wise the simple. The precepts of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving light to the eyes. The fear of the Lord is pure, enduring forever. The ordinances of the Lord are sure and altogether righteous. They are more precious than gold, than much pure gold. They are sweeter than honey from the comb. By them is your servant warned. In keeping them there is great reward. Who can discern his errors? Forgive my hidden faults. Keep your servants also from willful sins. May they not rule over me. Then will I be blameless, innocent of great transgression. May the words of my mouth and the meditation of my heart
be pleasing in your sight, O Lord, my strength, my rock and my redeemer. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. കഴിഞ്ഞ ഒരു രാത്രികാലം ദൈവം നമ്മെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തി. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ, നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയുടെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഈ ചുറ്റുപാടുകളുടെ നന്മകളും സന്തോഷങ്ങളും സാധ്യതകളുമൊക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ നടത്തുന്നു. ആരോഗ്യത്തോടെ, ബലത്തോടെ ആയിരിക്കാനും ദൈവകൃപയോടെ ആയിരിക്കാനും ഒക്കെ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും, നമ്മുടെ മുൻപോട്ടുള്ള ഓരോ വളർച്ചകളും അറിയുന്ന, ഗമനങ്ങളും അറിയുന്ന, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു നമ്മൾ. നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. ഒരുപാട് നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും പലപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ദൈവകൃപയോടെയൊക്കെ ജീവിപ്പാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂടിവരവുകൾ, അങ്ങനെയുള്ള നമ്മുടെ കുറവുകളെ ഒക്കെ ഒന്ന് ഓർക്കുവാനും തിരിച്ചറിയാനും അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാനും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവ് സംഭവിച്ചു, അതെന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ, എൻ്റെ വീഴ്ചകൾ, എൻ്റെ ബലഹീനതകൾ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, എൻ്റെ ചുറ്റുപാടുകളിൽ ഉള്ളവർക്ക്, ഞാനുമായി ബന്ധപ്പെട്ടവർക്കും എന്നോട് ബന്ധപ്പെട്ടവർക്കും ഒന്നും പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ബുദ്ധിമുട്ടുകളോ കുറവുകളോ തടസ്സങ്ങളോ ഒന്നും വരുത്തരുതേ. ഞാൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഒരിക്കലും തടസ്സമാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് വായിച്ച് കേട്ട സങ്കീർത്തനത്തിൽ 12-13 വാക്യങ്ങളിലൊക്കെ ദൈവം, സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്, ദാവീദ് നമ്മോട് പറയുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? Who will realize their errors? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പെന്തക്കോസ്ത് തിരിച്ചറിവുകളുടെ അനുഭവമാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുമ്പോൾ ആ വെളിപ്പാടുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ബലഹീനതകളെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമില്ല. നമ്മളൊക്കെ നീതിമാന്മാരാണ്, നമ്മളൊക്കെ തെറ്റില്ലാത്തവരാണ്, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ മാനസികാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നത് ഒരു മോശപ്പെട്ട മനോനിലയാണ്, മെൻ്റൽ സ്റ്റേറ്റസാണ്, മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളൊക്കെ ഏറ്റുപറയാം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, മറഞ്ഞിരിക്കുന്ന എൻ്റെ തെറ്റുകൾ, മൈ ഹിഡൻ സിൻസ്. ചിലതൊക്കെ നമുക്ക് മറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾക്ക് പോലും അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളതെന്ന്. ഒരുപക്ഷെ നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ അതൊരു വലിയൊരു ചലഞ്ചാണ് ഈ നാളുകളിൽ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെയൊക്കെ തിരിച്ചറിയാൻ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ്, എന്നിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. രണ്ടാമത് പറയുന്നത് സ്വമേധ പാപങ്ങളെ, വിൽഫുൾ സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, നമ്മൾ ബോധപൂർവമായി ചെയ്യുന്നുണ്ട് ചില പാപം. ഇത് രണ്ടും ഒരേപോലെ അപകടമാണ്. മറഞ്ഞിരിക്കുന്ന പാപങ്ങളും ഹിഡൻ എറേഴ്സും വിൽഫുൾ എറേഴ്സ് രണ്ടും ഒരേപോലെ അപകടകരമാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ, മറഞ്ഞിരിക്കുന്നതും
ഞങ്ങൾ ബോധപൂർവം ചെയ്യുന്നതുമായ പാപങ്ങൾ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും ഒക്കെ ഓർക്കാം. കർത്താവേ, ഇതിൽ നിന്നൊക്കെ എന്നെ കഴുകി എന്നെ നിഷ്കളങ്കനാക്കണമേ. പാപങ്ങൾ എൻ്റെ മേൽ വാഴരുതേ. ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ സഭയായി ആക്കിയിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളൊക്കെ എങ്ങനെ ഹൈദരാബാദിൽ വന്നവരാണ്. നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ഏത് അവസ്ഥയിൽ വന്നവരാണ്. എന്നാൽ ദൈവം നമുക്ക് ഒരുപാട് നന്മകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ദേശത്ത്. അതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദി, സ്തോത്രം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ ബലഹീനതയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രായമായ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രായത്തിൻ്റെ ക്ഷീണങ്ങളും ബലഹീനതകളും ഒക്കെ ഉള്ളവരെ പ്രത്യേകം ഓർക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാലി ആൻറ്റിക്ക് വേണ്ടി, മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമാക്കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജേക്കബ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായിരിക്കുന്ന നമ്മുടെ തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവം ഈ നാളുകളിൽ അത്ഭുതകരമായി അവരുടെ ജീവിത ആവശ്യങ്ങളിൽ ദൈവം നടത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കരുതലിലും ശുശ്രൂഷയിലുമായിരിക്കുന്ന ഇതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശുശ്രൂഷിക്കുന്നവര്, അത് കുടുംബമായിരുന്നാലും പ്രിയപ്പെട്ടവരായിരുന്നാലും ചുമതലപ്പെടുത്തിയിരിക്കുന്നവരായിരുന്നാലും അവരൊക്കെ കാര്യമായിട്ട് അവരെ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശാരീരികമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും കുരിയോള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഡോക്ടർ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടി, സുശീല ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന പനിയുടെ പ്രയാസത്താൽ അങ്ങനെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളിൽ, മെഡിക്കൽ കെയറിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് മനസ്സലിവ് തോന്നണമേ, അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും വിടുതലും നൽകണമേ എന്ന ദൈവത്തോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവർ, ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ്, കീമോ ഒക്കെ കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്യുന്നവർ, ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു റീഹാബ് പീരീഡിലായിരിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും കൊടുക്കണമേ. പ്രത്യേകിച്ച് ക്യാൻസർ സർവൈവേഴ്സ് നമ്മുടെ മധ്യത്തിൽ പലരുമുണ്ട്. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ അങ്കിളിന് വേണ്ട ബലവും കൃപയും ദൈവം നൽകണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ,
അവരൊക്കെ ദൈവഭയത്തോടെ മുതിർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷകൾക്കായിട്ട് തയ്യാറാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പലരുമുണ്ട്. പ്രത്യേകിച്ച് ഈ നാളുകളൊക്കെ അവരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുവാൻ ആ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അങ്ങനെ പല മേഖലകളിൽ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ വിദേശങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ വ്യക്തികളായും കുടുംബങ്ങളായിട്ടും ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സച്ചിൻ്റെ വിവാഹമാണല്ലോ ഡിസംബർ മാസത്തിൽ. സച്ചിന് വേണ്ടിയിട്ടും സച്ചിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ മകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാൻ തക്കതായ തുണകളെ പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. കപ്പിൾസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലി കാര്യങ്ങളിൽ അവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ നാളുകളായിട്ടും തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും അത് വൈകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം അവർക്ക് തലമുറകളെ നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രഷറുകളും ക്രൈസിസുകളും ഒക്കെ നേരിടുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ജോലി ഇല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ക്രൈസിസ് നേരിടുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ മുറിവുകളെയൊക്കെ ഉണക്കി അവരെ ആശ്വസിപ്പിച്ച് കുടുംബ ജീവിതത്തിൽ ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ, അവരുടെ ജീവിതം സന്തോഷകരമായി ആനന്ദകരമായി മുൻപോട്ട് നയിപ്പാൻ കർത്താവ് അവരെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന് വേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല പങ്കാളികളെ ഒക്കെ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ദൂരസ്ഥരായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ലോകത്തിന്റെ പലയിടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അനുഗ്രഹീതമായിട്ട് നടന്നു. ഈ ഞായറാഴ്ച നമ്മുടെ ഗേൾ ചൈൽഡ് സൺഡേ ആണ്. അത് അനുഗ്രഹീതമായി നടത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരോൾ സർവീസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ആഗമനകാലം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു കാലമാണല്ലോ. നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി, ഗായക സംഘത്തിന് വേണ്ടി, യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി, നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൽ വേണ്ട ഫിസിക്കൽ ഹെൽപ്പുകൾ ചെയ്യുന്ന നമ്മുടെ എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ മിഷൻ വയൽ പ്രദേശങ്ങളെയും മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. വലിയ പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മഹാ ഇടവകൾക്ക് വേണ്ടിയിട്ടും, മേഡക് ഡയസിന് വേണ്ടിയിട്ടും, മധ്യകേരള മഹാ ഇടവയ്ക്ക് വേണ്ടിയിട്ടും, ബിഷപ്പന്മാർക്ക് വേണ്ടിയിട്ടും, പട്ടത്ത സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയെ ആത്മീയമായി അനുഗ്രഹീതമായി മുൻപോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ ജീവിത ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനാ വിഷയത്തിൽ പേര് പറഞ്ഞ കൂട്ടത്തിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ രോഗം, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ മാനസികമായ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. കർത്താവ്
നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ, നമ്മളെ വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മുൻ വികാരി ആയിരിക്കുന്ന ജോണി ആൻഡ്രൂസ് അച്ഛനെയും കുടുംബത്തെയും ഓർക്കാം. അച്ഛൻ്റെ സഹധർമ്മിണി ഡോളി കൊച്ചമ്മയുടെ മാതാവ് എൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ട ആശ്വാസവും സമാധാനവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മുൻവികാരിമാരെയും ശുശ്രൂഷകരെയും കഴിഞ്ഞ നാളുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന് കേരളത്തിലും പലയിടങ്ങളിലുമൊക്കെ ആയിരിക്കണം നമ്മുടെ സുഹൃത്തുക്കളെയും സഹവിശ്വാസികളെയും എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരെ പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ സമയത്ത് നീതു നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാം. യെസ്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഇന്ന് ഈ പ്രഭാത സമയത്തിനായി സ്തോത്രം. ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവെ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് പല ഇടങ്ങളിലിരുന്ന് എൻ്റെ അപ്പച്ച അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ യേശുവേ, അങ്ങ് നൽകുന്ന സമാധാനവും അങ്ങ് നൽകുന്ന സന്തോഷവും ഈ ദിവസം മുഴുവൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെയൊക്കെ ഭരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവ് ഞങ്ങൾക്ക് സുഖമായ ഉറക്കത്തെ തന്ന് ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് മുമ്പിൽ തന്നിരിക്കുന്നു പിതാവെ. സ്തോത്രം ചെയ്യുന്നു എൻ്റെ പിച്ച. ഇന്നത്തെ ദിവസം എൻ്റെ പിതാവെ, ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവെ, ഹിസ്കിയാവ് പറഞ്ഞതുപോലെ സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും എൻ്റെ പാപങ്ങളെയൊക്കെ അങ്ങ് പുറകോട്ട് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. എൻ്റെ ദൈവമേ, അറിഞ്ഞും അറിയാതെയും ദൈവമേ, ഞങ്ങളുടെ നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഞങ്ങളിൽ ഉണ്ടായി പോകുന്ന, ഞങ്ങൾ ചെയ്തു പോകുന്ന പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ. അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ, ദൈവമേ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ. എൻ്റെ ദൈവമേ കർത്താവേ, ദൈവമേ വചനം പഠിക്കാതിരിക്കുന്നത്, അത് പ്രവർത്തിക്കാതിരിക്കുന്നതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അച്ഛ. എൻ്റെ ദൈവമേ, അങ്ങേ നോക്കി ബലപ്പെടുവാൻ കർത്താവേ, അങ്ങ് എൻ്റെ പരിചയമാണ്, എൻ്റെ തലയുയർത്തുന്നവനാണെന്ന് വിശ്വസിച്ചിരിപ്പാൻ യഹോവ എനിക്ക് സഹായം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിച്ച്, ഹല്ലേലൂയ, അങ്ങയുടെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ജീവിപ്പാൻ പ്രൈസ് ലോർഡ് പിതാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, യഹോവയെ കാത്തിരിക്കുന്നവർ കർത്താവേ, ചിറകടിച്ച് ദൈവമേ കഴുകനെ പോലെ ഉയരുവാൻ പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ഒക്കെ അങ്ങ് പുതുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ കർത്താവേ, ഇന്ന് വിവിധ വിഷയങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു എൻ്റെ പൂച്ച. ദൈവമേ, ഓരോരുത്തരുടെയും ആവശ്യവും ഓരോരുത്തരുടെയും കർത്താവെ നീടും ഒക്കെ ഡിഫറെന്റ് ആണ്. എല്ലാവരും പല ആവശ്യങ്ങളും പല ദൈവമേ വിഷമങ്ങളുമായിട്ടൊക്കെ മുമ്പിൽ ഇരിക്കുന്നു എൻ്റെ പൂച്ച. ദൈവമേ, വേർപാടിന്റെ വേദനയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എൻ്റെ പൂച്ച. എൻ്റെ ദൈവമേ, അവരുടെ ആ വോക്കും വോയിഡും ഒന്നും ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല പിതാവേ. അങ്ങ് കൊടുക്കുന്ന സമാധാനമാണ് ദൈവമേ. വേർപാടിയിരിക്കുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് ഞങ്ങൾക്ക് കൂടെയുള്ളത്, കർത്താവാണ് സമാധാനം തരുന്നത്. അങ്ങയുടെ സമാധാനം കർത്താവെ ഓരോരുത്തർക്കും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവെ, ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും രോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട് എന്നെ പക്ഷാ. നമ്മെ ഒത്തിരി പേരുടെ പേര് ഇവിടെ പറഞ്ഞു കർത്താവെ. ഹല്ലേലൂയ. നമ്മെ ഇവരൊന്നും ദൈവമേ നമ്മൾക്ക് പേഴ്സണലി അറിയത്തില്ലായിരിക്കും പിതാവേ. എന്നാൽ അങ്ങ് ദൈവമേ അവരുടെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നത് അറിയുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ഇരുട്ടത്ത് ദൈവമേ അന്ധകാരമായിരുന്ന സമയത്ത് ദൈവമേ അമ്മയുടെ ദൈവമേ ഉദരത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം അങ്ങാണ്. പ്രൈസ് ലോർഡ്. ദൈവമേ, അങ്ങ് അറിയുന്നു കർത്താവേ ഞങ്ങളുടെ സെൽസിന്റെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളൊക്കെ അങ്ങ് അറിയുന്നു കർത്താവേ. രോഗത്തിന്റെ ഏത് ഭാരത്തിലാണോ അവരായിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നല്ലോ. പ്രൈസ് ലോർഡ് കർത്താവേ. എന്നാൽ അങ്ങ് അറിയുന്നു ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അങ്ങ് സൗഖ്യം നൽകുന്ന ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ കർത്താവേ. ഹല്ലേലൂയ.
ദൈവമേ പ്രത്യേകിച്ച് കർത്താവേ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രോഗം എന്തുകൊണ്ട് വന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റേജിൽ നിന്നൊക്കെ ദൈവമേ ട്രീറ്റ്മെന്റിന്റെ കർത്താവെ ഓരോ അവസ്ഥയിൽ കൂടെയും കർത്താവെ ഹാലലുയ കീമോയിലെയും റേഡിയേഷന്റെ ഒക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹാലലുയ എന്റെ ദൈവമേ അങ്ങാണ് ആശ്വാസം, അങ്ങാണ് ബലം, അങ്ങാണ് സൗഖ്യം. പ്രൈസ് ദി ലോർഡ് കർത്താവെ. എന്റെ കർത്താവെ ഓരോരുത്തർക്കും എന്റെ ദൈവമേ അങ്ങ് സൗഖ്യം അയച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ബലപ്പെട്ടിരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ ബലപ്പെട്ടിരിപ്പാൻ. ഹാലലുയ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ദൈവമേ രോഗങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട് കർത്താവെ. ദൈവമേ ഞങ്ങൾ അറിയുന്ന കർത്താവെ ഡിപ്രഷൻ ഇസ് റിയൽ, ആൻസൈറ്റി ഇസ് റിയൽ, ഇതെല്ലാം ഉണ്ട് കർത്താവെ. ഹാലലുയ എന്നാൽ മരിപ്പാൻ ആഗ്രഹിച്ചിരുന്ന ഹിസ്കിയാവിന്റെ അടുക്ക പ്രവാചകനെ വിട്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം മരിപ്പാൻ ആഗ്രഹിച്ച ദൈവമേ ഏലിയാവിന്റെ അടുക്കൽ ദൈവദൂതൻ വന്നതുപോലെ കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ എന്റെ ദൈവമേ പലവിധ അവസ്ഥയിലാണ് കർത്താവെ പലരും കർത്താവെ. ഹാലലുയ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ദൈവമേ വേറൊരു സഹായമില്ലാതെ ദൈവം എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ ദൈവമേ ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് കർത്താവെ. എന്റെ പിതാവെ അവർക്കൊക്കെ സൗഖ്യം, അവർക്കൊക്കെ ബലം, അവരുടെ ജീവിതത്തിന്റെ അർത്ഥമൊക്കെ കൽപ്പിച്ച് നൽകുന്ന അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അങ്ങ് അവസരം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട് കർത്താവെ. ഹാലലുയ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ സാക്ഷിപ്പാൻ, ഞങ്ങളുടെ ഏതവസ്ഥയിലിരുന്നും അങ്ങയെ സാക്ഷിപ്പാൻ പിതാവെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ ആരും തികഞ്ഞവരല്ല കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ ദൈവമേ. എന്നാൽ കർത്താവെ ആത്മാവ് ഞങ്ങൾക്ക് ഉച്ചരിപ്പാൻ തന്ന ഞരക്കങ്ങളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം കേൾക്കുന്ന ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. എന്റെ കർത്താവെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മേൽ അങ്ങ് പ്രവർത്തിച്ച ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിന്റെ മുമ്പിൽ കർത്താവെ അങ്ങ് വിഭാഗിച്ചവനാണ്. ചെങ്കടലിനെ കർത്താവ് ഞങ്ങളെ ചെങ്കടലിൽ കൂടെ നടത്തിയവരാണ്. പലപ്പോഴും ഞങ്ങൾ നന്ദിയില്ലാത്തവരാണ് ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാണാത്ത എത്രയോ നന്മ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കർത്താവെ, അതൊന്നും പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ എന്റെ ദൈവമേ. ആ വലിയ പാപമൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവം ഹാലലുയ ഇത്രത്തോളം ബലം എനിക്ക് നൽകിയിരിക്കുന്നു. ഹാലലുയ എന്റെ ദൈവം ഈ ആയുസ് എനിക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അതിന് നന്ദി പറഞ്ഞ് ഹാലലുയ ഹാലലുയ ദൈവത്തിൽ ശക്തി പ്രാപിച്ച് ജീവിപ്പാൻ ഹാലലുയ ഓരോ വിഷമിക്കുന്ന മനസ്സുകളെയും കർത്താവെ അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ഞങ്ങളിൽ നിന്ന് പലതും നഷ്ടമായിട്ടുണ്ട് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവമേ എന്നാൽ ആ നഷ്ടമായതൊന്നും ദൈവമേ ഞങ്ങൾക്കുള്ളതല്ല എന്ന് വിശ്വസിപ്പാനുള്ള ദൈവമേ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവ് തരുമ്പോ ഒരറ്റകുറ്റവും ഇല്ലാതെ ഞങ്ങൾക്കത് കിട്ടും. പ്രൈസ് ദി ലോർഡ് കർത്താവ്. എന്റെ പിതാവ് തരുമ്പോ കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് ആരോടും ബെഗ്ഗേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളൊരു വലിയ ദൈവം അങ്ങ് വാക്ക് പറഞ്ഞവനാണ്, വാക്ക് പറഞ്ഞ് നിവർത്തിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വലിയ വിശ്വാസം കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ മനസ്സുകളെ കർത്താവെ ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ ഹാലലുയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തിലിരിക്കുന്നവര് ദൈവമേ കർത്താവെ വേറെ ഓരോരോ പ്രയാസം, പലർക്കും പല പ്രയാസമാണ് കർത്താവെ. പനിയുടെ ഭാരത്തിരിക്കുന്ന പ്രത്യേകിച്ച് നിശ്ചയിച്ചേപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പച്ച. എന്റെ കർത്താവെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എന്റെ കർത്താവെ ഹാലലുയ ദൈവമേ ഈ സമയത്ത് ദൈവമേ ഞങ്ങളുടെ ക്യാരിങ് ആയിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. പ്രത്യേകിച്ച് റിൻസ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവെ ഉദരഫലം നൽകുന്നത് അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങ് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവെ. അങ്ങ് ദൈവമേ കർത്താവെ അനുഗ്രഹത്തോട് ആരോഗ്യമുള്ള ദൈവ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം കർത്താവെ. ദൈവമേ മേരിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ ദാസിയെ നീ ബലപ്പെടുത്തണേ പക്ഷെ അതിന്റെ മകളെ നീ അനുഗ്രഹിക്കണം. അങ്ങനെ ക്യാരിങ് ആയിട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹാലലുയ എന്റെ കർത്താവെ ഹാലലുയ ദൈവമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ ദൈവമേ എല്ലാം അങ്ങയുടെ സമയമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ ദൈവമേ എല്ലാ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹാലലുയ ദൈവം യേശുവെ അങ്ങ് പ്രാർത്ഥിച്ച പോലെ കർത്താവെ ഞങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ അങ്ങയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഉള്ള വലിയ വിശ്വാസം, വലിയ കാത്തിരിപ്പ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനാൽ സ്തോത്രം കർത്താവെ.
എന്റെ കർത്താവെ, ജോയിന്റ് പെയിൻസ് ആയിട്ട് ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബാക്ക് പെയിന്റെ വിഷമത്തിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവ്, ഒത്തിരി പേരുണ്ട് കർത്താവ്. എന്റെ കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ, നല്ല രോഗത്തിന്റെ ഭയങ്കരമായ ഭാരാവസ്ഥയിൽ ഇനി എങ്ങനെ എന്താകുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്കൊക്കെ അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീനത്തിൽ ഞങ്ങളുടെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്ന ദൈവമായിരിക്കും സ്തോത്രം കർത്താവ്. എന്റെ കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ, ഈ സീസണൽ ഫ്ലൂ ആയിട്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ചിലര് വളരെ ആരോഗ്യത്തോടെ നടക്കുന്നവരുടെ ഉള്ളിലെ അസുഖവും ഇൻഫെക്ഷനും ഒന്നും ആരും അറിയുന്നുണ്ട് പിതാവെ, അങ്ങെല്ലാം കണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾ അറിയണം എന്നുള്ള സമയത്ത് അതൊക്കെ ഞങ്ങൾ അറിയും. Praise the Lord കർത്താവെ. അങ്ങയുടെ സമയം, ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ക്രിയകളൊക്കെ കർത്താവെ അത് ഞങ്ങളുടെ നന്മയ്ക്കെന്ന് വിശ്വസിപ്പാനുള്ള വലിയൊരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, മറ്റുള്ളവർ നോക്കുന്ന പോലെ അല്ല അങ്ങ് ഞങ്ങളെ നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, പലപ്പോഴും മറ്റുള്ളവരോട് ദൈവമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിലൊക്കെ കുറവ് വന്നു പോയിട്ടുണ്ട് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്റെ അപ്പച്ച. പലരെയും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പ. ശുദ്ധീകരിക്കണമേ അപ്പ. സ്നേഹത്തിന്റെ ദൈവമേ, എല്ലാരെയും സ്നേഹിപ്പാൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ കൃപയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ക്രിസ്ത്യാനികൾ എന്ന പേര് ധരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളിൽ കൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. എന്റെ ദൈവം, ഇവിടെ തലകുമ്പിട്ടിരിക്കുന്ന എല്ലാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടും മടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവെ, ഞങ്ങൾ എവിടെയും തോറ്റു പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. അങ്ങാണ് ഞങ്ങളെ കാണുന്നത്. ദൈവമേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ട. ദൈവമേ, അറയിൽ കയറി വാതിലടയ്ക്കുക എന്ന് പറഞ്ഞു. ദൈവമേ, ഹല്ലേലൂയ, ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ, ആത്മാവിനെ പ്രാപിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ദാവീദ് പറഞ്ഞ പോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുത് എന്നപ്പച്ച. പ്രാർത്ഥനയിൽ കുറവ് വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയില്ലേ. ദൈവമേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ദൈവമേ ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ദൈവമേ ഞങ്ങൾക്ക് ബോധം വരുത്തുന്നവരാണ്. പ്രൈസ് ദി ലോർഡ് കർത്താവേ. തെറ്റും ശരിയും തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ കർത്താവെ, ഞങ്ങളുടെ ഇടവകയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. പ്രത്യേകിച്ച് കർത്താവെ, അച്ഛനെ കുടുംബായർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ മകനെ നീ അനുഗ്രഹിക്കണമേ എന്റെ അപ്പച്ച. ദൈവമേ, സംസാരിക്കുമ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോൾ എന്റെ അപ്പച്ച, നിന്റെ ആത്മാവ് നിറഞ്ഞ കർത്താവെ, ഞങ്ങൾ കേൾക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ മകന്റെ വായിലേക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്റെ അപ്പച്ച. ദൈവമേ, കൊച്ചുമേർത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി ദൈവമേ അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാരങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ സങ്കടത്തിലൊക്കെ കൂടെ ഇരിക്കുന്ന ദൈവമേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് എന്റെ അപ്പൻ തക്ക സമയത്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കൃപയ്ക്കാൽ സ്തോത്രം കർത്താവെ. കുടുംബമായി അനുഗ്രഹിക്കണേ. ഈ ദേശത്തായിരിക്കുമ്പോൾ കർത്താവെ, അവരുടെ പ്രവർത്തനം ദൈവമേ ഞങ്ങൾക്കും ദൈവമേ ചുറ്റുമുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ പള്ളിയിലെ എല്ലാ ദൈവമേ ഓർഗനൈസേഷൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ പിതാവേ. ദൈവമേ, സൺഡേ സ്കൂളിനായി സ്തോത്രം. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ക്വയറിനായി സ്തോത്രം. ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ യൂത്ത് മൂവ്മെന്റിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനായി സ്തോത്രം കർത്താവേ. എന്റെ അപ്പച്ച, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ, ഈ ജനുവരിയിൽ എക്സാമിലേക്ക് കടക്കുമ്പോൾ എന്റെ അപ്പച്ച, ദൈവമേ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. എന്റെ ദൈവമേ കർത്താവെ, അവരൊക്കെ കർത്താവെ 10th-ലും 12th-ലും ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട് എന്റെ അപ്പച്ച. നിന്റെ മക്കളെ കർത്താവെ, ദൈവമേ വിവിധ എൻട്രൻസിനൊക്കെ ദൈവമേ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. അങ്ങ് അത് അറിയുന്നു കർത്താവെ. ജ്ഞാനം നൽകുന്നു അങ്ങാണ്. കൃപ കൊടുക്കണമേ പിതാവേ. ദൈവമേ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. ദൈവമുള്ള മക്കളായി ജീവിപ്പാൻ എന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ദൈവം, ഞങ്ങളുടെ കാരൽസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. അനുഗ്രഹിക്കണമേ. അത് ദൈവമേ പഠിപ്പിക്കുന്ന അങ്കിളിനെയും ദൈവമേ പഠിക്കുന്ന എല്ലാരെയും കർത്താവെ അനുഗ്രഹിക്കണം. നിന്റെ മക്കൾ പാടുമ്പോൾ ദൈവമേ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് പാടുവാൻ, ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചു എന്ന സാക്ഷ്യം കർത്താവെ, ഹല്ലേലൂയ, പാടുവാൻ ദൈവമേ അത് പാടുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ദൈവാത്മാവ് വരുമ്പോഴാണ് കർത്താവെ, ഹല്ലേലൂയ, ദാവീദ് പാട്ടുപാടിയത്. ആ കൃപ, ഹല്ലേലൂയ, നിന്റെ മക്കൾക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. എന്റെ കർത്താവേ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, അതുപോലെ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ കപ്പിൾസ് ഫെലോഷിപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരാണ് കർത്താവേ ദൈവമേ ഞങ്ങളുടെ ഇൻകം ജനറേറ്റിംഗ് ഫോഴ്സ് കർത്താവേ. അവർക്ക് ആരോഗ്യം നൽകണമേ, ബലം നൽകണമേ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവേ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, നിന്റെ മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലെ ഓരോ ദൈവമേ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്റെ പിതാവേ, ഹല്ലേലൂയ.
ഹാലലുയ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവമേ കർത്താവ് CSA സഭയ്ക്കായി സ്തോത്രം കർത്താവേ. എന്റെ കർത്താവേ ഹാലലുയ ദൈവമേ ലോകത്തിലെ ഒരു വലിയ അത്ഭുതമാണ് CSA സഭ കർത്താവേ. ദൈവമേ ആ സാക്ഷ്യത്തിൽ ദൈവമേ ഹാലലുയ നിലനിൽപ്പാൻ കർത്താവേ ഹാലലുയ ദൈവമേ ഞങ്ങളുടെ സഭയെ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ എഫെസോസ് സഭയോട് ദൈവം പറഞ്ഞ പോലെ നീ ആദ്യ സ്നേഹം ത്യജിച്ചു കളയാതെ ദൈവമേ അങ്ങയെ സ്നേഹിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ സഭയെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലലുയ. എന്റെ ദൈവമേ കർത്താവെ പ്രത്യേകിച്ച് എന്റെ കർത്താവ് ഞങ്ങളുടെ ഡയസിസിനായി മധ്യകാല ഡയസിസിനായി സ്തോത്രം, മേഡക് ഡയസിസിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ബിഷപ്പ്മാരെ ഒക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമുള്ള മക്കളായി ഹാലലുയ ഞങ്ങളെ ലീഡ് ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് എന്റെ പിതാവേ ഹാലലുയ. എന്റെ കർത്താവെ രോഗികളെ ആശുപത്രിയിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് നീ സൗഖ്യം നൽകണമേ. ദൈവമേ കർത്താവെ ഹാലലുയ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ അപ്പച്ച അവരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച ഹാലലുയ. ദൈവമേ ഹാലലുയ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരോട് നീ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ ഹാലലുയ. ഞങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ കർത്താവെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊളീഗ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ കർത്താവെ ഞങ്ങളുടെ നെയ്ബേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലുയ. യാത്രയിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ദൈവമേ ഹാലലുയ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്റെ കർത്താവെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ ഞങ്ങളുടെ കാര്യം നോക്കി പോകുന്നതല്ല കർത്താവെ ക്രിസ്തീയത ഹാലലുയ. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവെ മധ്യസ്ഥം വഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവെ ഹാലലുയ അങ്ങയോട് യാചിപ്പാനുള്ള വലിയ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് കർത്താവെ. അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലുയ. കർത്താവെ ദൈവമേ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. ഇന്നത്തെ ഈ വചനത്തെ അനുഗ്രഹിക്കണമേ. ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ. എന്റെ അപ്പച്ച ഇതിൽ കൂടി കർത്താവെ ഞങ്ങൾ ശക്തി പ്രാപിപ്പാൻ പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഈ സമയത്ത് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പിതാവേ. ദൈവമേ എന്റെ മക്കൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ അപ്പച്ച ഒരു ജീവിതങ്ങളെ കർത്താവെ ഹാലലുയ അങ്ങ് കാണുന്നു കർത്താവെ ഹാലലുയ. എന്റെ പിതാവെ എന്റെ ദൈവമേ നല്ലൊരു ദൈവമേ ഒരു കുടുംബ ജീവിതം, ക്രിസ്തു ഉള്ള ഒരു കുടുംബ ജീവിതം കർത്താവെ നമുക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ തക്ക തുണി ആഗ്രഹിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി എന്റെ ദൈവമേ അങ്ങ് തക്ക സമയത്ത് ദൈവമേ ഹല്ലേലൂയ അങ്ങ് അവർക്ക് വേണ്ടി ദൈവമേ ഹല്ലേലൂയ പാർട്ട്നേഴ്സിനെ ഒരുക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ 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 കർത്താവെ. അങ്ങനെ കർത്താവെ ഓരോരോ ആവശ്യങ്ങളില് ദൈവമേ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കർത്താവെ. ദൈവമേ അവർക്ക് തക്ക ദൈവമേ നല്ലൊരു ദൈവമേ ടോക്സിക് എൻവയോൺമെന്റ് ഒന്നും അല്ലാതെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റും ദൈവമേ ഹാലലുയ ദൈവമേ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും ഇല്ല കർത്താവെ. അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവമേ നല്ല ജോലി, ദൈവമേ സമാധാനമുള്ള അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വർക്കിംഗ് പ്ലേസ് ഒക്കെ കിട്ടുവാൻ അവരെ നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ. ഹാലലുയ ഹാലലുയ കർത്താവെ. അതുപോലെ വിവിധങ്ങളായ ആവശ്യത്തിൽ, ചെറുതും വലുതുമായ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലാക്കി വളർത്തുവാനുള്ള വലിയൊരു കൃപ ദൈവമേ മാതാപിതാക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നത് കണ്ട് എന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ എനിക്ക് വേണമെന്ന് സാക്ഷിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ കർത്താവെ. ദൈവമേ മുട്ടുമേൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പേരൻസ് അത് ചെയ്യത്തില്ല എന്ന് പറയുവാനല്ല കർത്താവെ. ഞങ്ങളത് കണ്ടിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യുമെന്ന് എന്റെ കുഞ്ഞുങ്ങൾ സാക്ഷിപ്പാൻ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണം. അതൊരു വലിയ ഉത്തരവാദിത്വമാണ് കർത്താവെ. ഉത്തരവാദിത്വത്തെ നോക്കി ജീവിപ്പാൻ, അത് ദൈവമേ ഹല്ലേലൂയ അങ്ങയിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ, മക്കളെ നയിക്കുവാനൊക്കെ ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രാർത്ഥനയെ കുറവുകളെ ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ ദൈവമേ കർത്താവെ. ദൈവമേ ഇവിടെ തലവടക്കിയിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെങ്കിലും ഒക്കെ ആവശ്യം വിട്ടുപോയിട്ടുണ്ട് എന്റെ പിതാവെ ക്ഷമിച്ച് ദൈവമേ വചനം ദൈവമേ കർത്താവെ കേട്ട് ബലപ്പെട്ട് ദൈവമേ കർത്താവെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവമേ ഹല്ലേലൂയ സത്യസന്ധതയോടെ ചെയ്ത് ജീവിപ്പാൻ കർത്താവെ ഒടുവിൽ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ഇവൻ അല്പത്തിന് വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് കാര്യവിചാരകനാക്കുമെന്ന് കർത്താവ് ഞങ്ങളെ നോക്കി പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവ ഇന്റഗ്രിറ്റിയോടെ ഓണസ്റ്റിയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ പ്രാർത്ഥനകളെ കുറവുകൾ ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന സ്വർഗ്ഗനാഥൻ കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പലയിടങ്ങളിലൊക്കെ പരിപാലിച്ചു, വഴി നടത്തി. നമ്മളിൽ പലർക്കും പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ ക്ഷീണങ്ങളുണ്ട്. കാലാവസ്ഥയുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, വ്യതിയാനങ്ങൾ കൊണ്ട് പലർക്കും പലരും ശാരീരികമായി സുഖമല്ല. അവരെല്ലാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ സൗഖ്യവും ആശ്വാസവും ബലവും ഒക്കെ ഈ നാളുകളിൽ നൽകട്ടെ എന്ന് നമുക്ക് സഭയായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിലൊക്കെ സുദീർഘമായി ആഴമായി സമയമെടുത്ത് പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പെന്തക്കോസ്തിനെ കുറിച്ചാണ്. പെന്തക്കോസ്ത് ഒരു വേദപുസ്തക സംഭവമാണ്. അത് സംഭവിച്ചതിന് ശേഷം ലഭ്യമായ ഒരു പേരല്ല, ഒരു പോസ്റ്റ് നെയിമിംഗ് അല്ല, മറിച്ച് അതൊരു പ്രീ നെയിംഡ് ഈവൻ്റ് ആണ്. അതല്ലെങ്കിൽ നേരത്തെ തന്നെ പേര് നൽകപ്പെട്ട് ഒരു സംഭവമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ ആമുഖമായിട്ട് പഠിച്ചു. ഇൻട്രൊഡക്ടറി സ്റ്റഡീസിൽ നമ്മളത് ചെയ്തതാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജൂവിഷ് റിലീജിയസ് ഫെസ്റ്റിവലിൻ്റെ, ഒരു ജൂവിഷ് റിലീജിയസ് ഗ്യാതറിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. പെസഹ കഴിഞ്ഞ് 50ാമത്തെ ദിനം. പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50th ഡേ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ലിറ്ററൽ ആയിട്ടുള്ള അക്ഷരീയമായിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമായി മാറുകയും എൻറ്റയർലി നമ്മളിപ്പോൾ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 50ാമത്തെ ദിവസം എന്ന ലിറ്ററൽ മീനിങ്ങിൽ നിന്നും വളരെ വ്യാപകമായ, വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, വളരെ ആഴമായിട്ടുള്ള, വ്യാപ്തിയുള്ള ഒരു പദമായിട്ട് ആ പെന്തക്കോസ്റ്റ് എന്ന വാക്ക് മാറുന്നുണ്ട്. ആ വാക്കിനെ അങ്ങനെ മാറ്റുന്നതിൽ സ്വാഭാവികമായിട്ടും ആ വാക്ക് മാറിയത് ഈ ആദിമ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നതിലൂടെയാണ്. സോ Pentecost for the Christian church is the day that we remember when the Spirit of the Lord has ascended on the church, or descended on the church. ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ മേൽ വന്നതിൻ്റെ ഓർമ്മയെയാണ് സത്യത്തിൽ പെന്തക്കോസ്റ്റ് എന്ന ദിനം കൊണ്ട് നമ്മൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച്, ക്രൈസ്തവ ചിന്ത അനുസരിച്ച് നമ്മൾ ഓർക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നതും. സോ ഇറ്റ് ഈസ് ഓൾ ടുഗദർ വി ആർ ലിവിങ് എ ന്യൂ മീനിങ് ഓഫ് ദ പെന്തക്കോസ്റ്റ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പെന്തക്കോസ്റ്റിൽ ഒരു പുതിയ അർത്ഥത്തെ ജീവിക്കാനും പുതിയ അർത്ഥത്തെ കണ്ടെത്താനും ഉള്ള ഒരു ശ്രമമാണ്, ഒരു പരിശ്രമമാണ് നമ്മൾ സഭയായിട്ട് നടന്ന്. സോ എവ്രി ചർച്ച് ഈസ് എ പെന്തക്കോസ്റ്റ് ചർച്ച്. എല്ലാ സഭയും ഒരു പെന്തക്കോസ്റ്റ് സഭയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന സഭകൾക്കെല്ലാം ഈ പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യം, പെന്തക്കോസ്തിൻ്റെ ട്രഡീഷൻ, അതിൻ്റെ ഒരു പൈതൃകം നമുക്കൊക്കെ പൊതുവായിട്ട് അവകാശപ്പെടുവാനായിട്ട് സാധിക്കും. അത് ആദിമസഭയുടെ പ്രാരംഭ ഔദ്യോഗികമായ പ്രോദ്ഘാടനം എന്നൊക്കെ പൊതുവെ വേദപുസ്തക പണ്ഡിതന്മാരും സഭാചരിത്രകാരന്മാരും ഒക്കെ പൊതുവായിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മൾ പെന്തക്കോസ്റ്റിനെ കുറിച്ച് പല കാര്യങ്ങളും ചിന്തിച്ചു. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ചിന്തിച്ചത് പെന്തക്കോസ്റ്റ് ഈസ് an event of expectation. അതൊരു കാത്തിരിപ്പിൻ്റെ, ഒരു പ്രതീക്ഷയുടെ ഒരു സംഭവമാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു ആഘോഷമാണ്. കാരണം ആദിമസഭ, ഈ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്ന ഈ ജനങ്ങൾ, അവരൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തെ അവർ അതിൻ്റെ പൂർത്തിയാകലിനെ, അതിൻ്റെ നിവൃത്തിയാകലിനെ അവരൊക്കെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. They were all in expectation of the fulfillment of the promise of the word of God. ദൈവത്തിൻ്റെ വചനം അത് നിവൃത്തിയാകുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നു, ആകാംക്ഷയോടെ കാത്തിരുന്നു.
പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയും ഒരുക്കത്തോടുകൂടെ അവര് കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോൾ നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് God revealed to them. So it is an event of revelation. അത് കാത്തിരുന്നവരോട് പ്രതികരിക്കുന്ന, കാത്തിരിക്കുന്നവർക്ക് വെളിപ്പെടുന്ന ഒരു ദൈവം നമ്മൾ ചിലതിനൊക്കെ വേണ്ടി കാത്തിരുന്നാൽ, പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്നാൽ, തീർച്ചയായിട്ടും നമ്മുടെ കാത്തിരിപ്പുകൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ വിശ്വാസത്തോടുകൂടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന് വെളിപ്പെടാതിരിക്കാനായി സാധിക്കുകയില്ല. അവിടെ ഈ ജനം വിശ്വാസത്തോടെ കാത്തിരുന്നപ്പോൾ ദൈവം വെളിപ്പെട്ടു. എങ്ങനെയാണ് വെളിപ്പെട്ടത്? നമ്മളത് കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചു. എന്താണ് അവിടെ? കൊടിയ കാറ്റ്. ഇതൊക്കെ പഴയ നിയമത്തിൻ്റെ ഇമേജസ് ആണ്. ദൈവം വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതിന് സമാനമായ സംഭവങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് അവിടെ വലിയ കാറ്റടിച്ചു, ഭൂകമ്പമുണ്ടായി, അഗ്നിനാവ്, അല്ലെ, പിളർന്ന അഗ്നിനാവ് പോലെ അവർക്ക് പ്രത്യക്ഷമായി ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും പതിഞ്ഞു. സോ ഗോഡ് വിൽ റിവീൽ. ദൈവം തീർച്ചയായും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തമായ സംഘർഷങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ദൈവം വെളിപ്പെടും. God will definitely reveal. Our God is a God of revelation. നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് ദൈവം അവിടെ വെളിപ്പെട്ടു. അത് മാത്രമല്ല, നമ്മളവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് God is a God of realization. ദൈവം തിരിച്ചറിവുകളുടെ ദൈവമാണ്. അവരുടെ ബോധത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടലുകൾ ഉണ്ടാകും. God is a God of realization. നാലാമത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, what happened when God revealed to them. ദൈവം അവർക്ക് വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ 4-ാമത്തെ ചിന്ത, പെന്തക്കോസ്ത് സംഭവത്തിന്റെ 4-ാമത്തെ ആത്മീയമായ ആശയം നമ്മളോട് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഈവന്റ് ഓഫ് എംപവർമെന്റ്. ഇത് നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തമാക്കുന്ന, നമ്മുടെ വിശ്വാസത്തെയും ജീവിതത്തെയും കുറെ കൂടെ ദൈവത്തിൽ ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ്. സ്പിരിറ്റ് എംപവേഴ്സ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു. നമുക്കറിയാം, ഈ മനുഷ്യരൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവര് വെറും നിസ്സാരക്കാരാണ്. മത്സ്യബന്ധനക്കാര്, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകള്, കേവലം മീനിയലായിട്ടുള്ള ജോലികൾ ചെയ്തിരുന്നവർ എന്ന് മാത്രമല്ല, അവർക്ക് സമൂഹത്തില്, രാഷ്ട്രീയത്തില്, രാഷ്ട്രത്തില്, മതത്തിലൊന്നും ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നവരല്ല. ഒട്ടും സ്വാധീനം ഉണ്ടായിരുന്നവരല്ല. ആരുടെയും ഒരു പ്രൊട്ടക്ഷനോ, ആരുടെയും ഒരു സുരക്ഷയോ, ആരുടെയും ഒരു കരവലയത്തിലോ, ആരുടെയും ആളുകളോ അല്ലാതിരുന്ന ഒരു സമൂഹമാണ് നമ്മളിവിടെ ഒരു പുതിയ വെളിച്ചത്തിൽ അവർ ശക്തീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ ആത്മാവിനാൽ ബലപ്പെട്ടവരായി, ഉറപ്പിക്കപ്പെട്ടവരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നോക്കണം, ഇതൊരു ചിതറിപ്പോയിട്ടുള്ള, സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ജനസമൂഹം നമ്മൾ കാണുകയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും പരിഗണിക്കപ്പെടാതെ പലയിടങ്ങളിലേക്കൊക്കെ ചിതറിപ്പോയിരിക്കുന്ന ഒരു ജനം. ആൻഡ് ദേ become so visible, they become so significant, they become so signified in the context where they are now living. അവരായിരിക്കുന്ന ഇടത്ത് അവരിപ്പോൾ പ്രത്യേകമായിട്ട് മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടുകയാണ്. മറ്റുള്ളവർ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവർ അവരുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയാണ്. they become so empowered. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ശക്തീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായി തീരുകയാണ്. നമുക്കറിയാം,
നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ബലഹീനമായി പോകുന്ന പല ജീവിത സാഹചര്യങ്ങളുണ്ട്. നോക്കണം, ചിതറിപ്പോയ ഒരു ജനം ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമൊക്കെ വായിക്കുമ്പോൾ എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ വലിയ നിരാശ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷ വെച്ച ഒരു മനുഷ്യനാണ്, ക്രൂശിക്കപ്പെട്ട് അവൻ ഇല്ലാതെയായിത്തീരുന്നു. നോക്കണം, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച, പ്രത്യാശിക്കാൻ ആശിക്കാൻ ഒന്നുമില്ലാതെ ചിതറിപ്പോയ, അപകടം, ആകസ്മികത ചിതറിച്ചു കളഞ്ഞ ഒരു കാര്യം. നോക്കണം, ക്രൂശ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ക്രോസ് ഇൻഫാക്ട് നോട്ട് ഡിസ്ട്രക്റ്റഡ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അല്ല കുരിശ് ചിതറിച്ചു കളഞ്ഞത്, മറിച്ച് ഈ മനുഷ്യരെയാണ്, ശിഷ്യത്വത്തെയാണ്, ശിഷ്യ സമൂഹത്തെയാണ്. ക്രോസ് ഹാസ് ഡിസ്ട്രക്റ്റഡ് ദ ഡിസൈപ്പിൾസ് ഓർ ദ ഡിസൈപ്പിൾഷിപ്പ്. കുരിശ് പലപ്പോഴും തകർത്ത് കളയുന്നത് ശിഷ്യത്വത്തെയാണ്. അങ്ങനെ ക്രൂശിനാൽ തകർക്കപ്പെട്ട ഈ റോമാ സാമ്രാജ്യവും യഹൂദ മത നേതൃത്വവും കുരിശുകൊണ്ട് അടിച്ച് തകർത്ത് ഇല്ലാതാക്കി തീർത്തത് ക്രിസ്തുവിനെ അല്ല. they were not trying to target Christ, or അതല്ലെങ്കിൽ അവർ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുവിനെ പിന്നാലെ അനുഗമിക്കുന്ന, ക്രിസ്തുവിന്റെ അനുഗാമികളായി ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച സമൂഹത്തെ അവർ ഭയപ്പെട്ടു. They feared the community who followed Jesus. യേശുവിനെ അനുഗമിച്ചവരെ അവര് ഭയപ്പെട്ടു. അതുകൊണ്ട് ക്രൂശിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിലൂടെ they were trying to put an end to this community. അതുകൊണ്ട് കുരിശ് തകർത്തത് ക്രിസ്തുവിനെ അല്ല, മറിച്ച് കുരിശ് തകർത്തത് ഈ ശിഷ്യത്വത്തെയാണ്, ക്രിസ്തുവിനെ അനുകരിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് തകർക്കാനായിട്ട് ശ്രമിച്ചത്. അത്തരത്തിൽ ക്രൂശിനാൽ തകർക്കപ്പെട്ട ഒരു സമൂഹം, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലയിടങ്ങളിലായിട്ടൊക്കെ ചിതറിപ്പോയ ഒരു സമൂഹം നമ്മൾ വായിക്കുന്നുണ്ട്. എമ്മൗസിലേക്ക് യാത്ര ചെയ്തവർ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ പറയുന്നത് പഴയ പണിയിലേക്ക് തിരിച്ചു പോയവർ. ഇവര് വള്ളവും വലയും ഒക്കെ വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് മനുഷ്യരെ പിടിക്കുവാനായി ക്രിസ്തുവിന്റെ പിറകെ ഇറങ്ങി തിരിച്ചവരൊക്കെ അവരുപേക്ഷിച്ച് പോയതിലേക്കൊക്കെ മടങ്ങിപ്പോവുകയാണ്. they were all gone back. പിന്തിരിഞ്ഞു പോയ, പിന്മാറ്റക്കാരായിട്ടുള്ളവർ, വിരമിച്ചു പോയവർ, ഒരു ശുശ്രൂഷയൊക്കെ വിട്ടിട്ട് ഇതെല്ലാം വിട്ട് അവര് they all become retired from their ministry. അവരൊക്കെ തങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. a bunch of failures. ഒരർത്ഥത്തിൽ തകർക്കപ്പെട്ട, പരാജയപ്പെട്ടു പോയ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് എങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുള്ള ഒരു പരാജയപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. നമ്മൾ അതിന് മുൻപ് വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിലേക്ക് പോയപ്പോൾ ഉറങ്ങിപ്പോയ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയവരാണ്. ഞാൻ എന്തു വന്നാലും, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളുടെ മുൻപിൽ, കേവലം ബലഹീനരായിട്ടുള്ള മനുഷ്യരുടെ മുൻപിൽ 3 വട്ടം കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ. പുനരുത്ഥാന ദിവസത്തിൽ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സ്ത്രീകൾ വന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്ദേശത്തെ, ആ ഒരു സുവിശേഷത്തെ സംശയിച്ചവരാണ്. യഹൂദന്മാരെ ഭയന്ന് വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നവരാണ് അവർ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് വീടിന്റെ ഉള്ളിൽ കതകടച്ചിരുന്ന് ഒളിച്ചിരുന്നവരാണ്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോയ ഒരു സമൂഹം, എല്ലാ അർത്ഥത്തിലും പിന്മാറിപ്പോയ ഒരു സമൂഹം, അവരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വി ആർ സീയിങ് ദം അഗെയിൻ എംപവേർഡ്. അവരെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്, അവര് സംസാരിക്കാൻ തുടങ്ങി, അവരവരുടെ ശബ്ദം പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങി. എല്ലായിടങ്ങളിൽ നിന്നും ആരും കാണാതെ, തങ്ങളുടെ ഒച്ചയും തങ്ങളുടെ ശബ്ദവും ഒന്നും ആരും തിരിച്ചറിയാതെ ഒളിച്ചിരുന്നു പോയവരൊക്കെ ഇപ്പോ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പാക്ട്, ദ പ്രോസസ് ഓഫ് എംപവർമെന്റ്? ഒരു സഭയെ സംബന്ധിച്ച്, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് ഈ ശക്തീകരണത്തിന്റെ, ആത്മീയമായ ശക്തീകരണത്തിന്റെ, ഈ തരത്തിൽ സഭ
സമൂഹത്തിന്റെ മുൻപിലേക്ക് ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, ഭയന്നിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ധൈര്യത്തോടെ സമൂഹത്തിന്റെ മുൻപിലേക്ക്, ലോകത്തിന്റെ മുൻപിലേക്ക് കടന്നു വരുന്നതിന്റെ, കടന്നു കയറുന്നതിന്റെ, അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ ആത്മീയമായ പ്രക്രിയ, അത്ഭുതകരമായ കർമ്മം എന്താണ് എന്ന് ലൂക്കോസ് വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവരെല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. They were all filled with the Holy Spirit. അപ്പോ ഈ നമ്മൾ ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒളിച്ചിരിക്കുന്ന ഇടത്ത് നിന്ന്, മറഞ്ഞിരിക്കുന്ന ഇടത്ത് നിന്ന്, മാറിയിരിക്കുന്ന ഇടത്ത് നിന്ന്, പിന്തിരിഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന്, പിന്മാറിപ്പോയിരിക്കുന്നിടത്ത് നിന്ന് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ, കർത്താവ് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക്, ലോകം നമ്മളെ കാണത്തക്ക രീതിയിൽ കർത്താവിനുള്ളവരായി നമ്മൾ ജീവിക്കണമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്താൽ, കർത്താവിൻ്റെ ക്രൂശിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായി, വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹമായി നമ്മൾ മാറണമെങ്കിൽ, ഇവിടെ ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഈ ശിഷ്യ സമൂഹത്തിന് സംഭവിച്ചതുപോലെ വി മസ്റ്റ് ഓൾ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു. സഭ ദൈവാത്മാവിൽ നിറയപ്പെടുന്ന സഭ. ഇന്നിപ്പോ സഭയ്ക്ക് വലിയ നിറവാണ്, ഒരുപാട് നിറവുകളുണ്ട്. എക്സെപ്റ്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലെ? ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒഴികെയുള്ള മറ്റെന്തിലും സഭ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ എന്നറിയത്തില്ല, നമ്മുടെ സഭ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂ ഉടമ ആരാന്ന് ചോദിച്ചാ അത് ക്രൈസ്തവ സഭയാണ്. ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂ ഉടമ. സർക്കാർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2-ാമത്തെ ഭൂ ഉടമ ആരാന്ന് ചോദിച്ചാൽ ആരാന്നറിയാമോ? സഭയാണ്. മിഷണറിമാരും അവരും ഇവരും ഒക്കെ വന്ന് നമുക്ക് ഉണ്ടാക്കി തന്നതൊക്കെ, നമുക്ക് വലിയ ഭൂസ്വത്തുണ്ട്. വി ആർ റിച്ച്, വി ആർ ഫിൽഡ്, അല്ലെ? നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇന്നത്തെ പല കുഴപ്പങ്ങൾ. CSI സഭ ഭാരതത്തിലെ വലിയൊരു ടാക്സ് പെയറാ. നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല. ടാക്സ് പെയർ കൊടുക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. കാരണം പണമുണ്ട്, നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് സ്ഥാവര ജംഗമ വസ്തു. വി ആർ മെറ്റീരിയലി റിച്ച്, മെറ്റീരിയലി ഫിൽഡ്. അപ്പോൾ നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ 1950 മുതൽ തൊട്ടുണ്ട 53 മുതലുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് പള്ളി അവസാനമാണ് ഉണ്ടായതെങ്കിലും നമ്മൾ ഒരിക്കലും ദരിദ്രരായിരുന്നില്ല. 70കളിൽ നമുക്കൊരു ഇവിടെ ഒരു പാഴ്സനേജ് പണിയാൻ കഴിഞ്ഞു. ദൈവം നമുക്ക് ഒരുപാട് ഭൗതികമായ സമ്പത്ത്, ഭൗതികതകളാൽ നിറയപ്പെട്ട, വി ആർ മെറ്റീരിയലി ഫിൽഡ്, അല്ലെ? പലപ്പോഴും നമ്മൾ ഭൗതികത നിറഞ്ഞവരാണ്. എന്നാൽ ഇവിടെ ഒരു സഭ ദൈവസ്നേഹത്താൽ വിളിക്കപ്പെട്ട സഭയായി തീരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് വി മസ്റ്റ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാകണം. The source of our empowerment is the spirit of the Lord. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ശക്തിയുടെ, നമ്മുടെ ഊർജത്തിന്റെ അടിസ്ഥാനം, അതിൻ്റെ ഉറവിടം. നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ we must all pray to be filled with the Holy Spirit. അപ്പോൾ ഈ സഭ ശക്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ബലഹീനമായ ജീവിത അവസ്ഥകളെ അതിജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. എംപവർമെന്റിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാവ് നൽകുന്നതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സഭ അവർ ശക്തീകരിക്കപ്പെട്ടു. എന്തായിരുന്നു ശക്തീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവെന്താണ്? വാട്ട് എക്സാക്ട്ലി ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി എംപവർമെന്റ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട സഭയുടെ
സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ 4-ാമത്തെ വാക്യം ഇങ്ങനെ അവസാനിക്കുന്നു. ആൻഡ് they all began to speak. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്ന എ church in constant conversation is the expression of the empowerment of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്ന സഭ നിരന്തരം സംഭാഷിച്ചു കൊണ്ടിരിക്കുന്ന, സംവേദിച്ചു കൊണ്ടിരിക്കുന്ന സഭയാണ്. സോ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയുടെ വെളിപ്പെടുത്തലാണ്. They all began to speak. പരസ്പരം ശക്തിപ്പെടുത്തുന്ന, പരസ്പരം വെളിപ്പെടുത്തുന്ന നമ്മുടെ സംസാരങ്ങൾ. അവിടെ 2 വാക്ക് ഗ്രീക്ക് വാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ അന്യഭാഷയിൽ സംസാരിക്കുക നമുക്കാകെ കൺഫ്യൂസിംഗ് ആണ്. ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ചില വാക്കുകളിലും ഡയലക്റ്റുകളിലും സംസാരത്തിലും ശബ്ദത്തിലും ഒക്കെ സംസാരിക്കുക എന്നുള്ളത്. 2 ഗ്രീക്ക് വാക്കുകളുണ്ട് ഈ അന്യഭാഷയ്ക്ക്. ഒന്ന് ഈ ഹെട്രോലാലിയ എന്ന് പറയും. ലാലയോ എന്നാ സംസാരിക്കുക. ടു സ്പീക്ക് എന്ന് ഗ്രീക്കിൽ പറയുന്ന ലാലയോ എന്നാ. നമുക്കറിയാം ഹെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ്, വ്യത്യസ്തമായ. ഹെട്രോലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാഷ, ഇതര ഭാഷ. 2-ാമത് ഗ്ലോസലാലിയ എന്ന് പറയും. ഗ്ലോസലാലിയ, ഗ്ലോസോ. ഈ ഗ്ലോസ എന്ന വാക്കിന്റെ അർത്ഥം ടങ് എന്ന. ടങ് ഗ്രീക്കില്. ലാലയോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെട്രോലാലിയ എന്നാ, നോട്ട് ഗ്ലോസലാലിയ. അന്യ ഭാഷ അല്ലെങ്കിൽ നോട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അത് ഇതര ഭാഷയിൽ. they began to speak in others language. അവരെല്ലാവരും മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. നമ്മൾ പെന്തക്കോസ്തിന്റെ ഈവന്റും നമ്മൾ നേരത്തെ പറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ കൺഫ്യൂഷൻ ആകരുത്. പലപ്പോഴും നമുക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ഈ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുക, ഗ്ലോസലാലിയ, സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫോർ എഡിഫിക്കേഷൻ എന്നാ പറയുന്നത്. ഇതിന്റെ ആത്മീയമായ വർധനവിന് വേണ്ടിയിട്ടാണ് യു സ്പീക്ക് ഇൻ ടങ്സ്. പക്ഷെ നീ അന്യഭാഷകളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ചിലതൊക്കെ മറ്റുള്ളവരോട് പറയാനായിട്ടുണ്ട്. യു ആർ സ്പീക്കിംഗ് someone else language. മറ്റുള്ളവന്റെ ഭാഷയിൽ അവന് മനസ്സിലാകത്തക്ക രീതിയിൽ, അവന് തിരിച്ചറിയുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്. പെന്തക്കോസ്തിൽ സംഭവിച്ചത് അവിടെ കൂടി വന്നിരുന്ന നാനാദേശക്കാരായിട്ടുള്ള ലോകത്തുള്ള സകലയിടങ്ങളിലും ചിതറിപ്പാർത്തിരുന്ന എബ്രായ ഭാഷ ഒരു പൊതുഭാഷയല്ലാതിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക, താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കടന്നു വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ, ഭാഷകളുടെ, സംസ്കാരങ്ങളുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അവിടെ കടന്നു വന്നവർക്കൊക്കെ അവർക്ക് അവരുടെ ഭാഷയിൽ ഇവരൊക്കെ സംസാരിക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഗലീലക്കാരല്ല. അവർക്കൊക്കെയാണ് എങ്ങനെയാണ് എൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക, എന്നോട് എനിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് എങ്ങനെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് അവിടെ കൂടി വന്നവർ അത്ഭുതപ്പെട്ടതിൻ്റെ കാരണം they were speaking in other languages. ഇല്ലാത്ത ഭാഷ സംസാരിക്കുന്നതല്ല, പിന്നെയോ ഈ ലോകത്ത് നിലവിലുണ്ടായിരുന്ന അവിടെ കൂടി വന്നവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ അവർ സംസാരിച്ചു. അതല്ലെങ്കിൽ കുറച്ചുകൂടി ആഴമായി വ്യക്തമായി പറഞ്ഞാൽ അവിടെ കൂടി വന്നവർക്ക് ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വെളിപ്പാട് മനസ്സിലായി. They all understood the word of the Lord in their language. അവരുടെ ബുദ്ധിയുടെ, അവരുടെ മനസ്സിന്റെ, അവരുടെ വിവേകത്തിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ വചനം അവർക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സംസാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. And they all began to speak. ഇതര ഭാഷ, the style of talking. ഇനി അതിന്റെ കണ്ടന്റ് ഓഫ് സ്പീക്കിംഗ് എന്താണ്? അവരുടെ ഭാഷയുടെ, സംസാരത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു. See the content of their speaking, the content of their talk.
was the mighty works of God. നമ്മളുടെ ഭാഷ ലോകത്തിന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ പലപ്പോഴും നമ്മളുടെ സൗകര്യം പോലെയാ പറയുന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ ആത്മാവിലാ നിറഞ്ഞ ആദിമസഭ സംസാരിച്ചത് എന്താണ്? They all were talking about the mighty works of God. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവർ പ്രസ്താവിക്കാൻ തുടങ്ങി. സഭ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കും. ഇന്ന് പല സഭയിലും ഉള്ളത് നേരെ ഉൾട്ടായ. നമ്മൾ നമ്മുടെ വൻ കാര്യങ്ങളെ കുറിച്ച് പറയും. അല്ലെ, എവിടെ ചെന്നാലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സെൽഫ് ഗ്ലോറിഫിക്കേഷൻ ആണ്, നോട്ട് the glorification of God. Self glorification. സ്വയം മഹത്വപ്പെടുത്തുകയാണ്. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം എനിക്കുള്ളതല്ലോ എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളുടെയും പ്രസംഗങ്ങളുടെയും ഒക്കെ അവസാനം. നമ്മളെ മഹത്വം. ആരെങ്കിലും നമുക്കൊരു ഗ്ലോറി തരാൻ വിട്ടുപോയാൽ നമ്മൾ അസ്വസ്ഥമാകും. വേറൊരുത്തനെ ആരെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അതെന്തിനാണ്, ഇതെന്തിനാണ്, അതെന്തിനാണ്, അവനാരാ? ഇതൊക്കെ വലിയ കുഴപ്പമാണ്. We fail to glorify God. ദൈവത്തിന്റെ ആലയം എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് നമ്മൾ അസ്വസ്ഥമായിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ ഒക്കെ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളുടെ ഏറ്റവും വലിയ സംഭവം അതാണ്. എല്ലാം നമ്മൾ ചെയ്യണം, എല്ലാം ഞാൻ ചെയ്യണം, ഞങ്ങൾ ചെയ്യണം, നമ്മുടെ കൈകളിലൂടെ എല്ലാം പോകാവൂ. എനിക്കാരും എതിര് പറയാൻ പാടില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കണം. See, we must, as a community, we must relocate our intentions. നമ്മുടെ താല്പര്യങ്ങളെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഒന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. The content of their talking. They all began a new culture of conversation. ഒരു പുതിയ സംസാരത്തിന്റെ സംസ്കാരം അവർ ആരംഭിച്ചു. എന്താണെന്നറിയാം? They all began to glorify God. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹാർവസ്റ്റ് ഫെസ്റ്റിവല് നമ്മൾ ആഘോഷിച്ചപ്പോൾ അല്ലേ, അതൊരു ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും. ഞാനത് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം. നമ്മൾ എന്ത് കൊണ്ടുവരുന്നു, അത് എത്ര രൂപയ്ക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതിലൊന്നും ആയിരിക്കരുത് നമ്മുടെ ഫോക്കസ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മസ്റ്റ് ഗ്ലോറിഫൈ ഗോഡ്, നോട്ട് ഫോർ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. ദ കണ്ടന്റ് ഓഫ് അവർ ടോക്കിംഗ് ഷുഡിൻ ബി സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. നമുക്ക് നമ്മളെ പ്രശംസിക്കാനല്ല, നമുക്ക് മഹത്വം കൊടുക്കുവാനും മഹത്വം വരുത്തുവാനുമുള്ളതല്ല, മറിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത് ഇവരുടെ സംസാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ക്ലാരിറ്റി ഇൻ സ്പീക്കിംഗ് ആണ്. അവർ വ്യക്തമായിട്ട് സംസാരിച്ചു. ക്ലാരിറ്റി ഇൻ സ്പീക്കിംഗ്. അതുകൊണ്ട് തന്നെ ചില വേദപുസ്തക ചിന്തകന്മാര് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തെ പറയുന്നത് the experience of reversing the Babel experience, Babel incident. അല്ലെ, ബാബേലിൽ എന്താ നമ്മൾ കാണുന്നത്? മനുഷ്യൻ തൻ്റെ മഹത്വം, തൻ്റെ മൈറ്റിനെസ്, തൻ്റെ പ്രതാപം, തങ്ങളുടെ ശക്തി ദൈവത്തോളം അങ്ങ് ഉയർത്തി, ഞങ്ങൾ വലിയ ആളാണ്, ഞങ്ങൾക്ക് പേരുണ്ടാകണം, ഞങ്ങൾക്ക് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്, അതിന് തെളിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു വലിയ ടവർ പണിഞ്ഞു. അല്ലേ, ഒരു സ്തൂപം അവർ പണിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ. സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജ് തന്നെ ഉണ്ടല്ലേ, ടാബ് ലാംഗ്വേജ് എന്നൊക്കെ പറയും, ഫലക ഭാഷ. അല്ലെ, നമ്മുടെ പള്ളിയിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഫലകങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അവരും അത് തന്നെ, ഈ ബാബൽ ടവർ ചെയ്തവരും അത് തന്നെയാണ്. നമുക്ക് പേരുണ്ടാകണം. They forget to glorify God and they try to glorify themselves. ബാബേൽ ടവർ
അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മളവിടെ വായിക്കുന്ന അതിന്റെ അന്ത്യത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവം ഭാഷ കലക്കി കളഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ വി സീ എ റിവേഴ്സ് ബാബേൽ ഇൻസിഡന്റ്. എന്താണ്? അന്ന് ബാബേൽ സംഭവത്തിൽ ദൈവം കലക്കിക്കളഞ്ഞ, ദൈവം ചിതറിച്ച, മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ മനുഷ്യന്റെ ഭാഷയെ മാറ്റിക്കളഞ്ഞെങ്കിൽ ഇവിടെ ഈ പെന്തക്കോസ്തിൽ ഈ പാവപ്പെട്ടവർ സംസാരിച്ചപ്പോൾ ദേ ഓൾ അണ്ടർസ്റ്റുഡ്, അവർക്ക് മനസ്സിലായി. കാരണം അവരെന്താ ചെയ്തത്? ദേ ഓൾ ഗ്ലോറിഫൈ ഗോഡ്. ബാബേൽ അഹന്തയുടെ സ്മാരകങ്ങളാണ്, അഹന്തയുടെ ഹർമ്മ്യങ്ങളാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ കെട്ടിയുണ്ടാക്കുന്നതൊന്നും നമ്മുടെ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളാകും. അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളെ കെട്ടിയുണ്ടാക്കിയാൽ ദൈവം ഇറങ്ങി വരും. പിന്നെ അവിടെ ആകെ അലങ്കോലമാണ്. ഇമ്മാനുവൽ പള്ളി പണിഞ്ഞ കാര്യത്തെക്കുറിച്ചും കൂടെ പറയുന്നത്. അത് നമ്മുടെ അഹങ്കാരത്തിന്റെ പ്രതീകമല്ല, അത് നമ്മുടെ ആത്മസമർപ്പണത്തിന്റെ പ്രതീകമാണ്. ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമുക്കൊക്കെ തന്നിരിക്കുന്നതൊക്കെ നന്മകൾ അല്ലേ, അതൊന്നും നമ്മുടെ അഹന്തയുടെ സ്മാരകങ്ങളാകരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം the monuments of our pride. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുമെന്ന വേദപുസ്തകം പറയുന്നു. ഇവിടെ ഈ പാവം പിടിച്ച മനുഷ്യർ, ഒന്നും സംസാരിക്കാൻ അറിയാത്തവർ, ചൊവ്വേ നേരെ അവരുടെ ഭാഷ പോലും അറിയാൻ പറ്റാത്തവർ, ഈ ശമരിയാക്കാരെ കുറിച്ച് പറയുന്നത് അവരുടെ ഗ്രീക്ക് വളരെ വ്യത്യസ്തമായ ഗ്രീക്കാണ്, കോമൺ ഗ്രീക്കാണ്, കൊയിനെ ഗ്രീക്ക് എന്നൊക്കെ പറയും. നമ്മുടെ ഭാഷയിൽ തന്നെ പലതരത്തിലുള്ള മലയാളങ്ങളുണ്ടല്ലോ, പല ടൈപ്പിലുള്ള മലയാളങ്ങളുണ്ട്. ഇംഗ്ലീഷ് തന്നെ പല ഇംഗ്ലീഷുകളുണ്ട്. പോയറ്റിക് ഇംഗ്ലീഷ് ഉണ്ട്, തരൂരിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ പല ഇംഗ്ലീഷുകളുണ്ടെന്ന് പറഞ്ഞ പോലെ. സാധാരണക്കാരായിട്ട് ഡയലക്റ്റുകൾ സംസാരിച്ചവരാണ്. ചിലരുടെ അവിടെ സംസാരം കേട്ടാൽ തന്നെ അവർക്കറിയാം ഇവർ എവിടുത്തുകാരനാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിച്ചത്, നീയും ഗലീലക്കാരനല്ലയോ? സംസാരത്തിനകത്ത് സ്ലാങ്ങുകളുണ്ട്. കേവലം സാധാരണക്കാരുടെ ഭാഷ സംസാരിച്ചത്. എന്നാൽ ദൈവം അവരെ എടുത്തുപയോഗിക്കുക. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. അഹങ്കാരികളുടെ ഹർമ്മ്യങ്ങളെ ദൈവം തകർത്ത് കളയും. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ആൻഡ് ദേ ബിഗാൻ ടു സ്പീക്ക്. സഭ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു ചുറ്റുപാടുകളോട് സംസാരിക്കുന്ന, സംവേദിക്കുന്ന സമൂഹമാകണം. വി മസ്റ്റ് ബി കെയർഫുൾ വിത്ത് അവർ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ്. നമ്മുടെ സംസാര ശൈലി കർത്താവായ യേശുക്രിസ്തു സർമൺ ഓൺ ദി മൗണ്ടിൽ, ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ടല്ലേ നമ്മുടെ സംസാരത്തെക്കുറിച്ച്. ദ കണ്ടന്റ് ഓഫ് അവർ സ്പീക്കിംഗ്, നമ്മുടെ സംസാരത്തിൻ്റെ ഉള്ളടക്കം. ആൻഡ് ദ ക്ലാരിറ്റി ഇൻ അവർ സ്പീക്കിംഗ്, വ്യക്തത, നമ്മുടെ സംസാരത്തിൻ്റെ വ്യക്തത. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പെന്തക്കോസ്ത് നമ്മളെ ഒരു നിരന്തരം സംസാരിക്കുന്ന, സംവേദിക്കുന്ന സമൂഹമാക്കും. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. എന്നെക്കുറിച്ച് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പരാതി അതാണ്. ഇങ്ങനെ ശരിക്കും സംസാരിക്കുകയില്ല. നാട്ടുകാരോടൊക്കെ ഭയങ്കര സംസാരം, പക്ഷെ പെരയ്ക്കകത്ത് സംസാരിക്കാറില്ല. ശരിയാണ്, ഞാനും അത് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യനെ പലപ്പോഴും സംസാരിക്കാൻ സജ്ജമാക്കുന്ന ചില കോണ്ടെക്സ്റ്റുകളുണ്ട് അല്ലേ. എപ്പോഴും ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ മധ്യയുള്ള മഹായിടവകയിൽ ഒരു മരിച്ചുപോയ ഒരു ഉപദേശി MS ദാനിയേൽ എന്ന് പറയും. നീളം കുറഞ്ഞൊരു മനുഷ്യൻ, നിങ്ങൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പർക്കാൽ മിഷന്റെ സെന്റിനറിക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് അന്ന് പുള്ളി സിക്കായതാണ്. ഒരുപാട് ലൈഫിൽ ക്രൈസിസ് ഉള്ള, കൊച്ചമ്മയ്ക്ക് സുഖമില്ല, ഒരു മകൻ അകാലത്തിൽ മരിച്ചു, മൂത്ത മകനാണെങ്കിൽ മെന്റലി റിട്ടാർഡാണ്. പക്ഷെ ആ മനുഷ്യൻ അടുത്ത് വന്നാൽ എന്തൊരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കും, ഇത്രയും വലിയ കുഴപ്പങ്ങളൊക്കെ ജീവിതത്തിൽ വെച്ചിട്ട് മനുഷ്യൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചൊക്കെ വർത്താനം പറയാൻ പറ്റും? അങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടിലുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും അങ്ങനെയൊന്നും ആകാൻ പറയുന്നത്. ഞാൻ വളരെ ടെൻസ്ഡ് ആകുന്ന ഒരു മനുഷ്യനാണ്.
ഞാൻ ടെൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ദെൻ മൈ ഫ്രീക്വൻസി ഇൻ സ്പീക്കിംഗ് വിൽ ബി റെഡ്യൂസിങ്. എൻ്റെ സംസാരത്തിൻ്റെ തോത് കുറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം, അല്ലേ, നമുക്കൊക്കെ സംസാരിക്കണമെങ്കിൽ, നിരന്തരം സംസാരിക്കണമെങ്കിൽ അതിനൊരു ആംബിയൻസ് പ്രധാനമാണ്. എല്ലാവർക്കും ഒരേപോലെ എപ്പോഴും സംസാരിക്കാൻ പറ്റില്ല ഡെഫിനറ്റായിട്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇവരെന്തുകൊണ്ട് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ they were all filled with the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. അല്ലാതെ അവർക്ക് സംസാരിക്കാൻ കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവർ ഇരിക്കുന്ന ഇടം, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായത് കൊണ്ടും അല്ല അവർ സംസാരിച്ചു. They were all filled with the Holy Spirit. At times we fail to realize the Spirit of God in our lives. അല്ലെ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പരാജയപ്പെട്ടു പോകുന്നവരാണ്. നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ആൻഡ് വി ബിക്കം, നമ്മൾ സംസാരിക്കത്തില്ല എന്ന് മാത്രമല്ല, അറ്റ് ടൈംസ് വി ബ്ലോക്ക് ദ കോൺവെർസേഷൻസ്. അല്ലെ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കടകം പറഞ്ഞ് എതിര് പറഞ്ഞ്, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒരാൾ വളരെ ഇങ്ങോട്ട് പറയുമ്പോൾ, എൻ്റെ ഭാര്യ സ്നേഹത്തോടെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ എതിര് പറയും. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഭാര്യ ഒരു സ്വപ്നം പറഞ്ഞു. എൻ്റെ ഭാര്യ എപ്പോൾ സ്വപ്നം കണ്ടാലും അത് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞു. ശരിയാണ്, പലപ്പോഴും നമുക്ക് അതിൻ്റെ ആ ഒരു ടോണിൽ മനസ്സിലാക്കാം. ഇറ്റ്സ് ആർ ഫെയിലിയേഴ്സ്. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സംസാരിക്കുക എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്താ, സംസാരങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ലെജിബിൾ ആയിട്ടുള്ള ദ കണ്ടന്റ്, ദ ക്ലാരിറ്റി, ദ സ്റ്റൈൽ, എവറിത്തിങ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ അവർ സ്പീക്കിംഗ്, ഇൻ അവർ കോൺവെർസേഷൻസ്. അത് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ വേറെ ചിലർ ചുമ്മാ നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ് ഇന്ന് സ്വപ്നം കണ്ടതിൻ്റെ ഷോക്കിൽ എഴുന്നേറ്റതുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ വർത്താനം. ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് ഇന്ന് വർത്താനം പറയാണ്, ചുമ്മാ പറയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. സി, ദ സ്റ്റൈൽ, ദ കണ്ടന്റ്, ദ ക്ലാരിറ്റി ഇൻ അവർ ടോക്കിംഗ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ ആവിഷ്കരണങ്ങളായി പലപ്പോഴും തീരുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഐ എം നോട്ട് എ ഗുഡ് കോൺവെർസന്റ്. ഞാനൊരു നല്ല സംസാരിക്കാൻ കഴിവുള്ള ആൾ. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ഒരു വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ വി ഷുഡ് ഹാവ്, നമുക്ക് എങ്ങനെ നന്നായി സംസാരിക്കാം, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളോട്, സഭയിൽ, സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ മറ്റുള്ളവരെ നോവിക്കാതെ, ഹർട്ട് ചെയ്യാതെ, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹർട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാം. എനിക്ക് തോന്നുന്നു അതിന് നമ്മുടെ സഭയ്ക്ക് ഒരു ക്ലാസ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാം പഠിക്കണം. വി ഷുഡ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളതല്ല. നമ്മുടെ സഭയ്ക്ക് സംസാരത്തിൻ്റെ ശൈലി, സംസ്കാരം വേണം. നന്നായി സംസാരിക്കുന്നതിൻ്റെ സംസ്കാരം വേണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും അത് തന്നെ ഒരു വലിയ പരിഹാരമാണ്. നന്നായി സംസാരിക്കാൻ കഴിഞ്ഞാൽ, സാഹചര്യങ്ങളെ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിഞ്ഞാൽ, അല്ലെ, ഒരാളുടെ സാഹചര്യങ്ങളുടെ മനസ്സിലാക്കാനായിട്ട് സംസാരിക്കണം. അല്ലെ, സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അല്ലാതിരിക്കുന്ന ആളെ കൊണ്ട് നിർബന്ധിച്ച് സംസാരിപ്പിക്കാൻ നമ്മൾ പോകരുത്. അലാവ്, give the time to speak. നമ്മുടെ സംസാരങ്ങൾ is an expression of our, we should all become empowered speakers. ശക്തീകരിക്കപ്പെട്ട, ബലപ്പെടുത്തപ്പെട്ട സംസാരകരാകണം, സംഭാഷകരാകണം. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ സംസാരിച്ചു. They all began to speak. നമ്മുടെ സഭ സംസാരിക്കുന്ന ഒരു സഭയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കും. ഇന്ന് കുറച്ചുപേരെങ്കിലുമൊക്കെ കുറേ നാളായിട്ട് കാണാത്തവരൊക്കെ ഇല്ല. രമണി ആൻറ്റിയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ എത്ര കാലമായി, രമണി ആൻറ്റിയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കും. വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിച്ച് വിശേഷം അന്വേഷിക്കും. നാട്ടിൽ പോയ രാജനങ്കലിനെയൊക്കെ ഒന്ന് വിളിച്ച് വിശേഷം അന്വേഷിക്കും.
അല്ലേ? നമുക്കൊന്ന് സംസാരിച്ച്, ഇതൊരു വലിയ ആശ്വാസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച്, അച്ഛനെ വിളിച്ച് സംസാരിക്കും, നല്ല കാര്യം. കൊച്ചമ്മയുടെ വിശേഷമൊക്കെ അന്വേഷിക്കും, നല്ല കാര്യം, വിഷുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എല്ലാവരും അച്ഛനെ വിളിച്ചിട്ട് കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച്, കാണാതിരിക്കുന്നവരെയും വരാതിരിക്കുന്നവരും ഒക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സംസാരിച്ച്, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് തുറക്കാനൊന്നുമല്ല, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, സംസാരത്തിന്റെ സംസ്കാരം അല്ലേ, സ്നേഹത്തിന്റെ. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, ദ സ്റ്റൈൽ, ദ കണ്ടന്റ്, ദ ക്ലാരിറ്റി ഓഫ് അവർ ടോക്കിംഗ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, എസ്പെഷ്യലി വെൻ വി സ്പീക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ സംസാരിക്കുമ്പോൾ ഇതെല്ലാം വളരെ പ്രസക്തമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കണം. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ 4ാമത്തെ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ആൻ ഈവന്റ് ഓഫ് എംപവർമെന്റ്. നമുക്ക് പരസ്പരം ശക്തിപ്പെടാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പാനും സംവേദിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ. അങ്ങനെ നമ്മളൊരു പെന്തക്കോസ്ത് സമൂഹമായി, പെന്തക്കോസ്ത് കൂട്ടമായി നമ്മുടെ സഭ മാറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങള് പെന്തക്കോസ്ത് സമൂഹമായി തീരുവാൻ സഹായിക്കണമേ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുന്നവരായി, സംവേദിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിശബ്ദത ഭേദിക്കേണ്ട ഇടങ്ങളിൽ ഭേദിക്കുവാൻ, അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ലോകത്തോട് ഞങ്ങളോട് തന്നെ പറയേണ്ട സമയങ്ങളിൽ ധൈര്യത്തോടെ പറയാൻ, കർത്താവെ, അത് വ്യക്തതയോടുകൂടെ പറയാൻ, കർത്താവെ, അത് നല്ല ഉള്ളടക്കത്തോടുകൂടെ പറയാൻ, നല്ല രീതിയിൽ പറയാൻ, കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അവിടുന്ന് സംസാരിക്കാൻ പഠിപ്പിക്കണമേ. സ്നേഹത്തിലും ക്ഷമയിലും കൂട്ടായ്മയിലും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമൂഹമായി തീരുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും, ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ രശ്മി, സങ്കീർത്തനം വായിച്ച ചെറിയ ബോബങ്കിൾ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിച്ച നീതു എന്നിവരോടുള്ള പ്രത്യേക നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. Thank you, Acha. വെൽക്കം. താങ്ക് യു. Thank you, Acha. Thank you, Acha. Thank you. Thank you. യു. താങ്ക് യു.